ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് അപ്പോൾ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ചാനലിൽ നമ്മൾ നമ്മുടെ എംബാപ്പേൻ്റെ ട്രിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ജസ്റ്റ് ട്രൈ നോക്കുക, എന്തായാലും എല്ലാവർക്കും കിട്ടട്ടെ മച്ചാമാരെ. അപ്പോൾ ഗൈസ് നമുക്ക് നോക്കി നോക്കാം. ഞാൻ ഓൾറെഡി ഡിവിഷൻ മാച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം നമ്മുടെ ഓപ്പോണ്ട് എങ്ങനെ ഉണ്ടാവും. അപ്പോൾ മച്ചാമാരെ ഉറപ്പായിട്ട് നമ്മുടെ എംബാപ്പെ അല്ലെങ്കിൽ പെഡ്രി അല്ലെങ്കിൽ റാവിനെ കിട്ടുകയാണ്. ഉറപ്പായിട്ട് ഞാൻ ഫസ്റ്റ് ഇംപ്രഷൻ നമ്മുടെ ഈ ഒരു ചാനലിൽ സെറ്റ് ആക്കുന്നതായിരിക്കും. ഗൈസ് അപ്പോൾ ഇപ്പോഴാണെങ്കിൽ മാച്ചുകളൊക്കെ എന്തൊക്കെയോ ഒരു തടസ്സം പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എത്രത്തോളം കോയിനായിരുന്നു കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ എന്തായാലും നമുക്ക് നോക്കാം. ഗൈസ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഇന്ന് കുറച്ച് പേർക്കൊക്കെ അവധി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വെച്ചാൽ കുറച്ച് പേർക്കൊക്കെ അവധിയുള്ളവർ ആ ജില്ലക്കാരൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഓൾറെഡി സ്റ്റേഡിയമൊക്കെ സെറ്റാക്കി വെച്ചാൽ ഞാൻ നമ്മുടെ മാനുവൽ ന്യൂറിലേക്ക് വന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മച്ചാൻ ഓൾറെഡി സർജൻഹോ എങ്ങനെയുണ്ടെന്ന് ബ്രോ ചോദിച്ചായിരുന്നു. അപ്പോൾ ഓൾറെഡി ഗൈസ് നമുക്ക് സർജൻഹോനെ കിട്ടിയിട്ടുണ്ടായിരുന്നു, രണ്ടുപേരും കിട്ടിയായിരുന്നു. ഇനിയിപ്പോൾ ക്യാൻഡിയും നമ്മുടെ വിക്ടർ ബേയും ഒരു ഡെയിലി ഗെയിമിൽ ഒരു പ്ലെയറും കൂടി ഉള്ളൂ. അപ്പോൾ മൊത്തത്തിൽ മൂന്നാമത്തിന് എടുക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ സർജൻഹോനെയും കൂടെ ഇതിനകത്ത് ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാർ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ഓപ്പോണ്ട് നോക്കുകയാണെങ്കിൽ ഗൈസ് ഒരു എൻ്റെ മോനെ ഒരു ഗൈസ് ഇപ്പോൾ പല്ലി അലിച്ചതാണ് മച്ചാന്മാരെ. അപ്പോൾ എന്തായാലും നമ്മുടെ സണ്ണുണ്ട്, പിന്നെ റോഡുണ്ട്, ഗ്രീസ്മാൻ ഉണ്ട്, റിവാൾഡോ ഉണ്ട് മച്ചാന്മാരെ. അപ്പോൾ കിടിലിന് അത്യാവശ്യം നല്ലൊരു ഓപ്പോണന്റ് തന്നെയാണ്. കാരണം നമ്മുടെ പിക്ഫോർഡ് ഉണ്ട്, ഡബിൾ ബൂസ്റ്റർ പിക്ഫോർഡ് ആണ്, പിന്നെ അതുപോലെ തന്നെ സണ്ണുണ്ട്, ബ്ലിറ്റ്സ് ആണ് സാധനം. എന്തായാലും അത്യാവശ്യം നല്ലൊരു ഓപ്പോണ്ടാണ് മച്ചാന്മാരെ വന്നിട്ടുള്ളത്. അപ്പം സാബിഡി ആയിട്ട് 4123 ആണ് യൂസ് ചെയ്യുന്നത്. കഫും ഉണ്ട് അത്യാവശ്യം. നമ്മുടെ മച്ചാൻ്റെ കയ്യിലുണ്ട് സാധനം, സർജിൻഹോ ഉണ്ട്, ക്യാൻഡി ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ആള് ഓപ്പോണന്റ് നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മച്ചാന്മാർ ഇതാണ് നമ്മുടെ ഓപ്പോണന്റ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം നമ്മുടെ ഈ ഒരു മാച്ച് എങ്ങനെയുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും മാച്ചിലോട്ട് കിടക്കാം ഗൈസ്. ഗൈസ് അപ്പോൾ ഫസ്റ്റ് ഹാഫ് അവർക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം റോഡ് ടു നമ്മുടെ നമുക്ക് നോക്കാം ഗൈസ്. റേഞ്ച് ഒക്കെ ഉണ്ട്. റോഡ് ടു നമ്മുടെ ഗട്ടൂസോ ടു നമ്മുടെ വാൻ ബയറ്റ്, പിന്നെ സണ്ണിലേക്ക് പോയി ബ്ലിറ്റ്സ് സണ്ണ് കേട്ടോ ഗൈസ്. റിവാൾഡോ ടു ഗൈസ് സണ്ണ്. ഇത് ബ്ലിറ്റ്സ് ആയതുകൊണ്ട് ഗൈസ് ഇത് മറ്റേ ഒരു പ്രാവശ്യം നമുക്കൊരു സണ്ണ് കിട്ടിയില്ലായിരുന്നു, മറ്റേ സെലക്ഷൻ കോൺട്രാക്റ്റിൽ എങ്ങാനോ അതുപോലത്തെ ഒരു സണ്ണാണ്. ഇത് അടിച്ചു കഴിഞ്ഞാൽ പോസ്റ്റിനുള്ളിൽ കയറ്റുന്ന ഒരു ഇതാണ്, പ്ലെയറാണ് ഗൈസ്. അപ്പോൾ സണ്ണാണ് എടുക്കാൻ പോകുന്നത് നമ്മുടെ കോർണർക്കൊക്കെ. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ സണ്ണാണ്. മെസ്സി എടാ അതെന്തിനാ ഞാൻ അടിച്ചു കൊടുത്തു ശരിക്കും, അല്ലേ ഗോൾ അടിക്കും മെസ്സി. ഓക്കെ ഗൈസ് അപ്പോൾ ഇട്ടിട്ടുണ്ട്. വാൻ ബൈറ്റൻ ടു റിവാൾഡോ ടു വീണ്ടും വാനിലേക്ക്. എടാ കിട്ടിയില്ലടാ. ഓക്കെ ഗൈസ് കിട്ടിയിട്ടുണ്ട്. ജെറാഡ് ടു സുവാരസ് ടു. ഓക്കെ ഗൈസ് അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഗ്രീസ്മാനെ നോക്കട്ടെ ഗൈസ്. അപ്പത്തേനും ഒമ്മര് ഓടിയെത്തി. ഗ്രീസ്മാനെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ത്രൂ പാസ് നമുക്ക് കൊടുക്കാം. അപ്പത്തേനും കറക്റ്റ് വാൻ ബാറ്റും കയറി വന്നു. ആ ചാൻസ് നമ്മൾ മിസ്സാക്കി മച്ചാന്മാരെ. അപ്പോൾ വീണ്ടും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഇല്ല ഓക്കെ കിട്ടിയിട്ടുണ്ട്. ജെറാഡിട്ട് നമ്മുടെ സുവാരസ്. ഓക്കെ ഗൈസ് കിട്ടിയിട്ടുണ്ട്. ഷോട്ട് അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ കറക്റ്റ് പിക്ഫോർഡ് എടുത്തടേ ഗൈസ്. ഒത്തിരി പവർ കുറഞ്ഞു, ഇത്തിരി പവർ കൂട്ടി അടിക്കണമായിരുന്നു. സ്റ്റണ്ണിങ് ആയിരുന്ന സാധനം കയറുന്ന നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി വിചാരിച്ചു ബയറ്റിന് സമ്മതിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി അടിക്കാത്തത്. ഓക്കെ ഗൈസ് ബെക്കാമിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ബെല്ലറ്റ് എടുത്ത മച്ചാമാരെ, ബെല്ലറ്റ് ടു പിക്ഫോർഡ് ഗൈസ്. അപ്പം നിങ്ങളെന്തായാലും നമ്മുടെ പിക്ഫോർഡിനൊക്കെ എടുത്തൊരു കമൻറ്റ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു ഗോൾ തന്നെയാണ് ഗൈസ്. കിട്ടിയിട്ടുണ്ട്. റോബർട്ടോ കാർലോസ് ടു ഗ്രീസ്മാൻ ടു നമ്മുടെ ജെറാഡ് കിട്ടിയിട്ടുണ്ട്. ഗ്രീസ്മാൻ ഇവിടെ ഇപ്പോൾ ഓടി എത്തുന്നില്ലെന്ന്. ബെലറ്റി കിട്ടിയിട്ടുണ്ട് മച്ചാമാരെ. ഇത് കിട്ടുമോ നോക്കട്ടെ. ഗ്രീസ്മാൻ ടു ഒരു ക്രോസ് കൊടുത്തു നോക്കാം. എൻ്റെ പൊന്ന് ഗൈസ് പിക്ഫോർഡ് വീണ്ടും അവന്മാരെ സേവ് ആക്കി ഗൈസ്. ഇവന്മാർക്ക് 2 പ്ലെയർ ഉണ്ട്, നമ്മുടെ പെറ്റിറ്റും ഉണ്ട്, വാൻ ബാറ്റും ഉണ്ട്. അതാണ് ഇത്ര സ്ട്രോങ് ആണ് സംഭവം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം, ഡീപ്പിൽ അടിച്ചു നോക്കാം. എന്തായാലും നമുക്ക് നോക്കി എന്നിട്ട് കാര്യമില്ല, ബെക്കാമിനെ കൊണ്ട് അടിക്കാം ഗൈസ്. അപ്പോൾ അടിച്ചിട്ട് നമുക്ക് നോക്കാം. സണ്ണ് ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഗൈസ്. അപ്പോൾ ടോണി ആഡംസ് കിട്ടിയില്ലടാ ഗൈസ്. ഇവരെ ഓൾറെഡി ഗോളി എന്താ വെച്ചാൽ ഇച്ചിരി പിക്ഫോർഡ് അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. റോബർട്ടോ കാർലോസിനെ കൊണ്ട് നമുക്കൊരു ഷോട്ട് അടുപ്പിച്ച് നോക്കട്ടെ കയറുമോ നോക്കാം. ഗട്ടൂസോ കറക്റ്റ് അവിടെ ഗട്ടൂസോ പിടിച്ചു, അല്ലേ നമുക്ക് ഒരു ഗോളിനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ടോണി ആഡംസ് ടു കഫു. ഞാൻ വിചാരിച്ചു പണി പാളി വന്ന് ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. ജെറാഡ് ടു സർജിൻഹോ. ഓക്കെ അടുത്തൊരു ഷോട്ട് ഗൈസ്. വീണ്ടും ഒരു നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ട്. പിക്ഫോർഡ് അതും സേവ് ചെയ്തു. ഗ്രീസ്മാൻ ടു നമ്മുടെ ജെറാഡിനൊരു ഷോട്ട് ഗൈസ്. ഇവന്മാരുടെ ഗോളി എന്താ തട്ടിയെല്ലാം തെറിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ ബെക്കംബർ അത്യാവശ്യം നന്നായി കളിക്കുന്നുണ്ട് കേട്ടോ പിക്ഫോർഡ്. പക്ഷേ അവർ ഓൾറെഡി എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഒരു മാച്ചുകൾ ചിലർ പറയുന്നുണ്ട് ഓൾറെഡി ഫോർമേഷൻ മാറ്റുമ്പോഴും എന്താ പറയുക മാനേജറൊക്കെ മാറ്റുമ്പോൾ കുറേ പേരുടെ മാച്ചിലൊക്കെ നല്ല വ്യത്യാസം വരുന്നുണ്ട്. കാരണം ഓൾറെഡി ഇപ്പം സ്ക്രിപ്റ്റിംഗ് അല്ലാണ്ട് തന്നെ ഇച്ചിരി പവർ കുറവുള്ളതുകൊണ്ട് മാച്ച് ഇങ്ങനെ തോന്നുന്നു. എന്തായാലും റെഡിയാവും ഗൈസ്. അതൊക്കെ സുവാരസ് ടു നമുക്കൊരു സ്റ്റണ്ണിങ് പവർ കുറച്ച് അടിക്കേണ്ടായിരുന്നു ഗൈസ്. കിട്ടിയ ചാൻസ് നമുക്ക് നന്നായിട്ട് തന്നെ അടിച്ചാൽ മതിയായിരുന്നു. ഞാനാണെങ്കിൽ സ്റ്റണ്ണിങ് അടിക്കാന്ന് വെച്ചിട്ട് അടിക്കാനും പറ്റിയില്ല. ബെക്കാം ഗൈസ്. ബെക്കാമിട്ട് നമ്മുടെ ജെറാഡ് കിട്ടിയില്ല. കഫു ഒരു ത്രൂ പാസ് മെസ്സി പെറ്റിട്ടെടുത്ത് ഗൈസ്.
നമുക്ക് നോക്കാം ഗൈസ്. ഓൾറെഡി സണ്ണ് ബ്ലിറ്റ്സ് സണ്ണാട്ടോ ഗൈസ്. ഈ ഒരു സണ്ണ് സീനാണ് കുറച്ച്. ഗ്രീസ്മാൻ മച്ചാമേടാ എൻ്റെ പൊന്ന് ഗൈസ്. അപ്പോൾ മാനുവൽ ന്യൂയർ നമ്മൾ ഇതിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. മാനുവൽ ന്യൂയർ കറക്റ്റ് പോയി, അല്ലെങ്കിൽ അതൊരു ഗോളാവുമായിരുന്നു. എന്തായാലും നമ്മുടെ ഓപ്പോണൻറ്റ് അത്യാവശ്യം നല്ലൊരു ഓപ്പോണൻ്റ് ആട്ടോ വന്നിരിക്കുന്ന. ഓപ്പോണൻറ്റ് നല്ലതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം ഗ്രീസ്മാൻ ടു മെസ്സിയിലേക്കാണോ. ഓക്കെ ഗോളി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മാനുവൽ ന്യൂയർ മച്ചാമാരെ. അപ്പം 2 പ്ലെയറും സീനൊന്നും ഇല്ല കേട്ടോ. സെർജിനോ ആയാലും പിന്നെ അത്യാവശ്യം അതിനകത്തുള്ള എല്ലാ ടീമും എല്ലാ പ്ലെയേഴ്സും അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു നല്ല ചാൻസ് കിട്ടുമായിരുന്നു ഗൈസ്. അപ്പോൾ നോക്കട്ടെ, ബെക്കംബർ ടു നമ്മുടെ ഗൈസ്. അപ്പോൾ ഹാഫ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ 2 പേരും അടിച്ചിട്ടില്ല. നമ്മളാണ് ഏറ്റവും കൂടുതൽ ഷോട്ട് അടിച്ചത്. ഇവർക്ക് 5 ഷോട്ടോളം അടിച്ചു. ഷോട്ട് ഓൺ ടാർഗറ്റ് 3 എണ്ണമാണ്. അവരുടെ ഗോളി ആയതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. അപ്പോൾ ജെറാർഡ് ടു നമ്മുടെ റോബർട്ടോ കാർലോസ്, മെസ്സി. ഇത് ഇത്രയ്ക്ക് മെസ്സി ടു നമുക്ക് വീണ്ടും നോക്കാം. മെസ്സി, റൂഡ്വാൻ്റെ ഒരു ഷോട്ട്. സണ്ണ് പുറത്തേക്ക് വെച്ചാൽ വരെ സണ്ണ് അടിച്ചത് ഗൈസ്. അപ്പം ബ്ലിറ്റ്സ് ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു ഓപ്പോണൻറ്റ് വന്നായിരുന്നു. ഫുള്ള് ഞാൻ നോക്കുമ്പോൾ നെയ്മറിനെ അങ്ങോട്ട് ഫുള്ള് ബ്ലിറ്റ്സ് ആയിരുന്നു. അത്യാവശ്യം നന്നായിട്ട് കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗ്നാബ്രിയൊക്കെ ഉള്ളവർ ഇപ്പോഴും നന്നായിട്ട് കളിച്ചു വരുന്നത് എനിക്ക് തോന്നുന്നു. ബെക്കാം ടു മുസൈല ഗൈസ്. ഈ ഒരു പോൾബേ മുസൈല നൈസാട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുള്ള അടുത്ത സണ്ണിൻ്റെ ഒരു ബ്ലിറ്റ്സ് ആണോ അല്ല മച്ചാൻ. ബെക്കാം എടുക്കാത്ത സണ്ണ് ഗൈസ്. അപ്പോൾ സണ്ണിൻ്റെ അടുത്തൊരു ഷോട്ട് ബെക്കംബർ. ഗ്രീസ്മാൻ, ടോണി ആഡംസ് ടു ബെല്ലറ്റി ടു റിവാൾഡോ ടു നമ്മുടെ സണ്ണ് ഗൈസ്. അപ്പോൾ ചാർജ് കുറവായിരുന്നു ഗൈസ്. അപ്പോൾ ബെക്കാം ടു റോബർട്ടോ കാർലോസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഗ്രീസ്മാൻ, ബെല്ലറ്റി എടുത്തിട്ടുണ്ട് മച്ചാൻ. ഈയിടെ ആയിട്ട് എൻ്റെ എന്താ പറയുക റൊണാൾഡിയോനുണ്ട് തോന്നിട്ട് ഇവരുടെ ടീമിൽ. അത് വേണ്ടായിരുന്നു ഗൈസ്. പെറ്റിറ്റ്, വാൻ ബയറ്റൻ ടു വീണ്ടും മുസൈല ഗൈസ്. മുസൈല ഈ ഒരു കാർഡ് നല്ല കാർഡാട്ടോ. അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്ത് കളിക്കുന്നുണ്ട് മുസൈല. പക്ഷേ ടോണി ആഡംസ് ഗൈസ്. സണ്ണ് സൺ ടു നമ്മുടെ റോഡ്വാന് എടുത്തിട്ടുണ്ട്. ബെക്കംബർ ടു നമ്മുടെ പെറ്റിറ്റ് ഗൈസ്. ഇവന്മാർ സമ്മതിക്കുന്നില്ല. സണ്ണ് ബ്ലിറ്റ്സ് ആണുള്ള പരിപാടിയാണോ? അല്ല ബെക്കംബർ. ഗൈസ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇത് ചെയ്ത് വിട്ടിട്ടുണ്ട്. കഫു ടു നമ്മുടെ മെസ്സി ടു ബെക്കാം സൺ ടു റിവാൾഡോ. മച്ചമാരെ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ചാനലിലാട്ടോ നമ്മൾ വീഡിയോ ലൈവൊക്കെ വരാറ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉഷാറാക്കുക ഗൈസ്. ഇത് പണിയാവില്ല. കിട്ടിയിട്ടുണ്ട് മുസൈല ടു നല്ലൊരു ഷോട്ട്. ബാൻബായറ്റിൽ നിന്ന് ഞാൻ കൊണ്ട കൊടുത്തല്ലോ. ഗ്രീസ്മാൻ ഗൈസ്. ഇത് ഒന്നാമത് മുസൈല ടു സണ്ണായിരുന്നു. കഫു ടു ഡേവിഡ് ബെക്കാം. ഇവന്മാർ ഗൈസ് കിട്ടിയിട്ടുണ്ട്. സുവാരത്തിന് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഒരു ഷോട്ട് അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാനാണെങ്കിൽ സ്റ്റണ്ണിങ് ഷോട്ട് അടിക്കാന്ന് വെച്ചിട്ട് മെല്ലെ അടിക്കുകയും ചെയ്യും. പണിയായാലോ ഗൈസ്. അതെന്താ പറയുക, 2 ദിവസം ഗ്യാപ്പ് ഇട്ട് കളിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. നമ്മൾ ഡെയിലി കളിച്ച് സെറ്റ് ആവുകയാണെങ്കിൽ സീനില്ല കേട്ടോ. വെച്ചാൽ ഓൾറെഡി ചില മാച്ചുകൾ എന്താ വെച്ചാൽ ഓൾറെഡി നല്ല മാച്ചായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി, അതായത് കുഴപ്പമില്ല ഗൈസ്. ഇതിപ്പോൾ പണിയായാലല്ലോ. മാനുവൽ ന്യൂയർ ടു ഗൈസ് കറണ്ട് പോയി. സുവാരസ് ടു മെസ്സി ഗൈസ്. കറണ്ട് പോയടാ മച്ചാന്മാരെ. ഞാൻ കറക്റ്റ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. സാരമില്ല. ഇപ്പം ഗൈസ് ഇവിടെ ഓൾറെഡി മഴയുണ്ട് കേട്ടോ. ഇപ്പം രാവിലെയൊക്കെ മഴയായിരുന്നു ഗൈസ്. അപ്പോൾ സുവാരസ് ടു ടോണി ആഡംസ് ടു ഗൈസ്. ഓൾറെഡി അവർ കയറി വരുന്നുണ്ട്. മെസ്സി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ജെറാർഡ് പണിയാവോ ഗൈസ്. നല്ലൊരു ചാൻസ് ബെക്കാം ഗൈസ് കിട്ടിയിട്ടുണ്ടടാ. പാസ് മതിയായിരുന്നു. വാൻ ബയറ്റൻ, ഗട്ടൂസോ. ഗൈസ് മഴ തുടങ്ങിയടാ മച്ചാന്മാരെ. ഗൈസ്. അപ്പോൾ റോഡ് ടു സണ്ണ് ഗൈസ്. സണ്ണ് ഇതുവരെ ബ്ലിറ്റ്സ് അടിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഗൈസ്. അപ്പോൾ പണിയായിട്ടുണ്ട് തോന്നുന്നു. എന്തായാലും നമ്മുടെ മച്ചാൻ റോഡിന് യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്, 11ാം നമ്പർ. അപ്പോൾ മച്ചാന്മാർ എന്തായാലും സണ്ണ് 7ാം നമ്പർ. എനിക്ക് തോന്നുന്നു ഈ സണ്ണ് നമ്മുടെ സിംഗിൾ ബൂസ്റ്ററാണ്. അപ്പം പക്ഷേ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് ഞാൻ കളിപ്പിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. അത്യാവശ്യം നല്ലോണം ബ്ലിറ്റ്സ് അടിക്കുന്നൊരു സണ്ണാണിത് ഗൈസ്. അപ്പം മച്ചാന്മാർ ലാസ്റ്റ് ടൈമായി എനിക്ക് തോന്നുന്നു നമ്മളാണ് ഏറ്റവും കൂടുതൽ ഷോട്ട് അടിച്ചത്. പക്ഷേ ഗൈസ് അപ്പോൾ ഈ മാച്ച് ആരും ജയിച്ചില്ല. നിലവിൽ 0-0 ആണ് നിൽക്കുന്നത്. അപ്പോൾ മച്ചാൻ ഒരു അടിപൊളി മാച്ചായിരുന്നു. ഓൾറെഡി നമ്മുടെ ഷോട്ട് നോക്കണ 6 ഷോട്ടാണ് നമ്മൾ അടിച്ചത്. ആ ഒരു പിക്ക് ഫോർഡ് കാരണമാണ് കണ്ടോ 7.5 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ രക്ഷപ്പെട്ട. അല്ലെ ഒരു ഗോളെങ്കിലും നമ്മൾ കയറിയാണ്. അപ്പോൾ മച്ചാൻ ഒരു കിടിലൻ മാച്ചായിരുന്നു. നമ്മുടെ മുസൈല ആയാലും അത്യാവശ്യം നന്നായി കളിക്കുന്നൊരു പ്ലെയറാണ്. അപ്പോൾ മച്ചാൻ എന്തായാലും നിങ്ങൾ നമ്മുടെ ഇന്നത്തെ എംബാപ്പയൊക്കെ അടിച്ചിട്ടുണ്ട് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. കുറേ പേർക്കൊക്കെ ഫ്രീ ട്രയൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. നമ്മുടെ റിയൽ സെഞ്ചുറി ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.